ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് വിഷ്ണുമായ സ്വാമി അഥവാ ചാത്തൻ. കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് പ്രചാരമുള്ളത്. ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കുന്നത്. അസുര നിഗ്രഹത്തിന് വേണ്ടി അവതരിച്ചു എന്നാണ് വിശ്വാസം. എന്നാൽ താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തൻ എന്നും ഇത് ശാസ്താവ് എന്നതിൻ്റെ ഗ്രാമ്യമാണെന്നും അഭിപ്രായമുണ്ട്. പോത്തിന്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത്. ഉഗ്രമൂർത്തിയാണ്. ചേക്കുട്ടി, പറക്കുട്ടി തുടങ്ങിയ മറ്റു ചാത്തന്മാർ വിഷ്ണുമായ ചാത്തന്റെ സഹോദരങ്ങളാണ്. വിഷ്ണുമായ എന്ന ഈ മൂർത്തിയെ ആരാധിക്കുന്നവർക്ക് സകലമാന ഐശ്വര്യവും ശ്രേയസ്സും മൂർത്തി തന്നെ പ്രദാനം ചെയ്യുന്നതിനും വാക്കിന് വ്യവസ്ഥ പാലിക്കുന്ന മൂർത്തിയായും അറിയപ്പെടുന്നു. വിഷ്ണു ചൈതന്യമൂർത്തി ആര് എന്താവശ്യപ്പെട്ടാലും ചെയ്തു തരുന്നതായും ഉപാസനയുള്ളവർ വിളിച്ചാൽ അപ്പോൾ തന്നെ അവരിൽ വരുന്നതെന്നും ചിലർ രൂഢമൂലമായി കരുതി പോന്നു. തന്നെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കാൻ ഈ മൂർത്തിക്ക് മറ്റേത് മൂർത്തിയേക്കാളും ശക്തി ഉണ്ടെന്ന വിശ്വാസം ഭിന്നാഭിപ്രായം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. കണ്ണങ്കേരി ഇല്ലം എന്ന നമ്പൂതിരി തറവാട്ടിലെ ഭദ്രകാളി ദേവാലയത്തിൽ ആദ്യമായി വിഷ്ണുമായ മൂർത്തി സ്വയം എത്തി തന്നെയും ദേവിയുടെ കൂടെ ചേർക്കണം എന്നും എന്നാൽ കുടുംബത്തിൽ ഐശ്വര്യം താൻ കൊണ്ടുവരുമെന്നും പിൽക്കാലത്ത് തന്നെ ആരാധിക്കുന്ന വംശപരമ്പരയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാമെന്നും വാക്കുകൊടുത്തു. പിന്നീട് ഗാഢസാരസ്വത ബ്രാഹ്മണനിലെ ബ്രഹ്മചാരിയായ ഒരു യാത്രികൻ ഈ ഇല്ലത്തോടൊപ്പം 5 മൂർത്തികളെയും ഉപാസിച്ച് ഏറ്റെടുത്തതായും അദ്ദേഹത്തിന്റെ സഹോദരന്റെ മക്കളും അവരിലെ ചിലർ ഇന്നും ഒരു കുടുംബക്ഷേത്രമായും ആരാധിച്ചു പോരുന്നതായും പഴമക്കാർ പറയുന്നു. തന്റെ ശിഷ്യന്മാരായി വന്നവർക്കും സ്വാമിയെ ഉപാസിക്കുന്നതിനായി ഉപദേശങ്ങൾ നൽകുകയും പിന്നീട് തൃശൂർ കേന്ദ്രമാക്കി ക്ഷേത്രമുണ്ടാക്കിയതായും ഇല്ലം വിട്ടുപോന്നപ്പോൾ ഉണ്ടായിരുന്ന ദേവിയുടെ ഉടവാളാണ് ഇടപ്പള്ളി പള്ളിയിൽ ഉള്ളതെന്നും അക്കാലത്തെ കുട്ടിച്ചാത്തൻ വിശ്വാസികൾ പറഞ്ഞു വെക്കുന്നുണ്ട്.